മറ്റൊരു പ്രോബ്ലവുമാണ് സോൾവ് ചെയ്യാനുള്ളത്. അതിൽ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് 1000 ohm ആണ്. 1000 അടുത്ത പോയിന്റ് സി എന്ന് ബി സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 100 ohm ആണ്, 100 വോൾട്ട് ആണ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ 100 മില്ലി ഹെൻറി ആണ്, 100 × 10⁻³ ആണ്. സി എന്ന് പറയുന്നത് 10 പൈക്കോ ഫാരഡേ ആണ്, 10 × 10⁻12 ആണ്. പി എന്ന് പറഞ്ഞ പൈക്കോ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി, റെസണൻറ്റ് ഫ്രീക്വൻസി കാണാനാണ്. 1/2π√LC ആണ്. 1/2 × 2 × 3.14 × 100 × 10⁻³ 10 × 10⁻12 ചേർന്നാൽ 159.15 കിലോ ഹെഡ്സ് ആണ്. ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1/r√LC ആണ്. R എന്ന് പറയുന്നത് 1/1000 ആണ്. റൂട്ട് 100 × 10⁻³ 100 × 10⁻12, ദാറ്റ് ഈസ് ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 100 ആണ്. ആംഗുലർ ഫ്രീക്വൻസി വാട്ട് ടു ഡു ഹാഫ് പവർ പോയിന്റ് എന്നാണ്. ദാറ്റ് ഈസ് ബാൻഡ് വിഡ്ത്ത് BPH എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് അറ്റ് ഹാഫ് പവറിനെയാണ് ഉദ്ദേശിക്കുന്നത്. 6/2πL ആണ്. R എന്ന് പറഞ്ഞാൽ 1000, 1000 ഡിവൈഡഡ് ബൈ 2 × 2π 2 ആണ്. എല്ലിൻ്റെ വാല്യൂ 100 × 10⁻³ ആണ്. 100 × 10, അതായത് 1591.5 ഹെഡ്സ് ആയിട്ട് മാറും. അതിൽ നിന്ന് അല്ലെങ്കിൽ F0/Q0 ചെയ്താലും ആ വാല്യൂ കിട്ടും. കാൽക്കുലേറ്റ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സർക്യൂട്ട്. W1 ആണ് കണ്ടുപിടിക്കുന്നത്, ω1 ആണ് കണ്ടുപിടിക്കുന്നത്. ω1 എന്ന് പറഞ്ഞാൽ F0 × 1 - 1/2Q0 ആണ്. 2 × 3.14 × F0 എന്ന് പറയുന്നത് 159.15 × 10⁻³ ആണ്. 1 - 1/2 × 100. അപ്പോൾ W1 എന്ന് പറഞ്ഞ സാധനമായി 994.464. W2 എന്ന് പറഞ്ഞാൽ 2π/ω0 1 + 1/2Q0 ആണ്. 2 × 3.14 × 159.15 × 10⁻³ 1 - 1/2 × Q0. അപ്പോൾ 1004.464 വരും. ഓക്കെ, W1 - W2 ചെയ്താൽ ബാൻഡ് വിഡ്ത്ത് കിട്ടും. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 10 റേഡിയൻസ്/സെക്കൻഡ് ആണ്, ഫ്രീക്വൻസിയിലല്ല, എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിനെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അല്ലേ, 2πf ആണ്. എന്തെന്ന് പറഞ്ഞാൽ ഇതിനെ 10/2πf ചെയ്താൽ എവിടെ തന്നെ തിരികെ വരും, ഇതിൻ്റെ സെൻറ്ററിലുള്ള പോയിൻ്റായിട്ട് തന്നെ തിരികെ വരികയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.